Good morning, all of you. In our last class, we have seen that every contractible space is simply connected. Today, we are going to discuss the covering homotopy property for S1. This section is devoted to determining the fundamental group of the circle. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ സർക്കിളിൻ്റെ ഫണ്ടമെൻ്റൽ ഗ്രൂപ്പാണ് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. ഇറ്റ് വിൽ ബി കൺവീനിയൻറ്റ് ടു കൺസിഡർ ദി യൂണിറ്റ് സർക്കിൾ S1 ആസ് എ സബ്സെറ്റ് ഓഫ് ദി കോംപ്ലക്സ് പ്ലെയിൻ. അപ്പോൾ S1 എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളിനെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മളൊരു സബ്സെറ്റ് ഓഫ് ദി കോംപ്ലക്സ് പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. We thus consider R2 as the set of all complex numbers x is equal to x1 plus ix2 where I is equal to root minus 1. അപ്പോൾ R2നെ നമ്മൾ കോംപ്ലക്സ് പ്ലെയിൻ ആയി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യൂണിറ്റ് സർക്കിൾ S1നെ അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. We shall refer several times to the function p from R to S1 defined by p of t equal to e raised to 2 pi it. അപ്പോൾ നമ്മൾ പി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആറിൽ നിന്ന് S1ലോട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ആറ് നമ്മുടെ റിയൽ ലൈനാണ്, S1 യൂണിറ്റ് സർക്കിളാണ്. എങ്ങനെയാണ് പി ഓഫ് ടി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പി ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു 2 pi it. അതായത് ഏതൊരു റിയൽ നമ്പറിനെയും ഇ റേസ് ടു 2 pi it എന്ന് പറയുമ്പോൾ സർക്കിളിനെയല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇ റേസ് ടു 2 pi it. അപ്പോൾ ഏതൊരു റിയൽ നമ്പറിനെയും സർക്കിളിലോട്ട് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പി. യൂണിറ്റ് സർക്കിളിലോട്ട് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. കാരണം ഇ റേസ് ടു 2 pi it എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ cos 2 pi t plus I sin 2 pi t ആണ്. So that represents unit circle. T belongs to R. Here exp denotes the exponential function on the complex plane. In particular, if t is in the set R of real numbers, then e raised to 2 pi it യുടെ എക്സ്പാൻഷൻ എന്താണ്? cos 2 pi t plus I sin 2 pi t. അപ്പോൾ note that p maps each integer n in R to 1 in S1 അല്ലേ? t ഒരു ഇൻറ്റിജർ n ആവുന്ന സമയത്ത് നമുക്ക് e raised to 2 pi in എന്താണ്? that is cos 2 pi n plus I sin 2 pi n. sin 2 pi n 0 ആണ് അല്ലേ? പൈ മൾട്ടിപ്പിൾസിനൊക്കെ sin 2 pi n 0 ആണ്. ആൻഡ് cos ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ എന്താണ്? cos 2 pi, cos 4 pi, cos 6 pi അതൊക്കെ 1 ആണ്. അപ്പോൾ ഏതൊരു ഇൻറ്റിജർ t എന്ന് പറയുന്ന റിയൽ നമ്പർ ഒരു ഇൻറ്റിജർ വാല്യൂ എടുക്കുന്ന സമയത്ത് ഈ എക്സ്പ് 2 pi it എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 എന്ന് പറയുന്ന വാല്യൂ ആണ് തരിക. അപ്പോൾ പി ഓഫ് ടി ഈക്വൽ ടു 1 ആവും വെൻ ടി ഈസ് എൻ ഇൻറ്റിജർ. അതുകൊണ്ട് തന്നെ പി മാപ്സ് ഈച്ച് ഇൻറ്റിജർ n in R to 1 in S1. യൂണിറ്റ് സർക്കിളിലെ 1 എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് യൂണിറ്റ് സർക്കിളിലെ ഇതാണ് യൂണിറ്റ് സർക്കിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ 1 എന്ന് പറയുന്ന പോയിന്റെങ്കിൽ ഏതൊരു ഇൻറ്റിജർ വാല്യൂവിനെയും ടി 1 എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ആൻഡ് റാപ്സ് ഈച്ച് ഇന്റർവെൽ ക്ലോസ്ഡ് ഇന്റർവെൽ n+1 എക്സാക്ട്ലി വൺസ് അറൗണ്ട് S1. n എന്ന് പറയുമ്പോൾ 1ലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. പിന്നെ അത് n+1 എന്ന് പറയുന്ന വാല്യൂയിലോട്ട് എത്തുമ്പോഴേക്കും അത് 1 ടൈം ഈ സർക്കിളിനെ റാപ്പ് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ക്ലോസ്ഡ് ഇന്റർവെൽ n+1നെയും ഈ പി എന്ന് പറയുന്ന മാപ്പ് ഈ സർക്കിളിനെ ഒരു വട്ടം വൈൻഡ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി വൺസ് അറൗണ്ട് S1 ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ പി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓരോ ക്ലോസ്ഡ് ഇന്റർവെൽ n+1നെയും സർക്കിൾ S1നെ എക്സാക്ട്ലി വൺസ് വൈൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റാപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഡെഫിനേഷൻ നോക്കാം. If sigma from I to S1 is a path, അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് ഐയിൽ നിന്ന് S1ലോട്ട്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവെൽ 0-1 ആണ്. S1 എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് ഐയിൽ നിന്ന് S1ലോട്ടുള്ള ഒരു പാത്ത് ആണെങ്കിൽ then a path sigma tilde from I to R, ക്ലോസ്ഡ് ഇന്റർവെൽ 0-1ൽ നിന്ന് റിയൽ ലൈനിലോട്ടുള്ള ഒരു പാത്താണ് സിഗ്മ ടിൽഡ.
such that P composition sigma tilde equal to sigma. P sigma tilde എന്ന് പറഞ്ഞാൽ ഇവിടെ composition ആണ്, function composition ആണ് ഉദ്ദേശിക്കുന്നത്. So P composition sigma tilde equal to sigma is called a covering path of sigma or lifting of sigma to the real line R. അപ്പം sigma, if sigma from I to S1 is a path, then a path sigma tilde from I to R such that P composition sigma tilde equal to sigma is called a covering path of sigma or a lifting of sigma to the real line R. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് ഐയിൽ നിന്ന് S1ലോട്ടുള്ള ഒരു പാത്ത് ആണെങ്കിൽ സിഗ്മ ടിൽഡ ഫ്രം I to R എന്ന് പറയുന്ന ഒരു പാത്ത് ഉണ്ട് സച്ച് ദാറ്റ് P composition sigma tilde equal to sigma. അത്തരത്തിലുള്ള സിഗ്മ ടിൽഡ എന്ന് പറയുന്ന ഒരു പാത്തിനെയാണ് കവറിംഗ് പാത്ത് ഓഫ് സിഗ്മ അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ടു ദി റിയൽ ലൈൻ എന്ന് പറയുന്നത്. ഇഫ് capital F from I cross I to S1 is a homotopy, then a homotopy F tilde from I cross I to R such that P composition F tilde equal to F is called a covering homotopy or lifting of F. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ ഐ ക്രോസ് ഐയിൽ നിന്ന് S1ലോട്ട് സർക്കിളിലോട്ടുള്ള ഒരു ഹോമോട്ടോപ്പി നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ എ ഹോമോട്ടോപ്പി എഫ് ടിൽഡ ഫ്രം ഐ ക്രോസ് ഐ ടു ആർ സാറ്റിസ്ഫൈങ് പി കോമ്പോസിഷൻ എഫ് ടിൽഡ ഈക്വൽ ടു എഫ്. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഹോമോട്ടോപ്പിയാണ് എഫ് ടിൽഡ എങ്കിൽ ആ എഫ് ടിൽഡേനെയാണ് നമ്മൾ കവറിംഗ് ഹോമോട്ടോപ്പി ഓർ ലിഫ്റ്റിംഗ് ഓഫ് എഫ് എന്ന് പറയുന്നത്. അതായത് സർക്കിളിലോട്ടുള്ള പാത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റിയൽ ലൈനിലോട്ടുള്ള ഒരു പാത്താക്കിയിട്ട് മാറ്റാണ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് പി. അതുകൊണ്ടാണ് ആ സിഗ്മ ടിൽഡേനെ നമ്മൾ കവറിംഗ് പാത്ത് ഓഫ് സിഗ്മ അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് ഓഫ് സിഗ്മ എന്ന് വിളിക്കുന്നത്. അതേപോലെ സർക്കിളിലോട്ടുള്ള ഒരു ഹോമോട്ടോപ്പിയാണ് എഫ് എങ്കിൽ അതിനെ നമ്മൾ റിയൽ ലൈനിലോട്ട് കൊണ്ടുവരികയാണ് എഫ് ടിൽഡ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. പി കോമ്പോസിഷൻ എഫ് ടിൽഡ ഈക്വൽ ടു എഫ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ കവറിംഗ് ഹോമോട്ടോപ്പി ഓർ ലിഫ്റ്റിംഗ് ഓഫ് എഫ് എന്ന് പറയുന്നത്. തിയറം ദി കവറിംഗ് പാത്ത് പ്രോപ്പർട്ടി. ഈ തിയറം വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് തിയറാണ്. കവറിംഗ് പാത്ത് പ്രോപ്പർട്ടി എക്സാംസിനൊക്കെ നമ്മളെപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇതാരും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. If sigma from I to S1 is a path in S1 with initial point 1, then there is a unique covering path sigma tilde from I to R with initial point 0. So covering path property എന്താ പറയുന്നത്? സിഗ്മ എന്ന് പറയുന്നത് ഐയിൽ നിന്ന് S1ലോട്ടുള്ള ഒരു പാത്താണ്. അത് S1ലുള്ള ഒരു പാത്താണ് വിത്ത് ഇനീഷ്യൽ പോയിന്റ് 1. അങ്ങനെയാണെങ്കിൽ then there is a unique covering path. ഒരു unique covering path ഉണ്ട് sigma tilde from I to R. Unique covering path ഐയിൽ നിന്ന് ആറിലോട്ടാണ് with initial point 0. So ഇതിന്റെ പ്രൂഫ് ഒന്ന് നോക്കാം നമുക്ക്. Let U1 denote the open arc on S1 beginning at 1 and extending in the counterclockwise direction to -i. അപ്പോൾ U1 എന്ന് പറയുന്നത് ഇവിടെ ഫിഗർ ഉണ്ട്. U1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോട്ട്സ് ദി ഓപ്പൺ ആർക്ക് ഓൺ S1. നമ്മുടെ സർക്കിളിലുള്ള ഒരു ഓപ്പൺ ആർക്കാണ്. അത് 1 എന്ന് പറയുന്ന സർക്കിളിലെ 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വന്നിട്ട് -i എന്ന് പറയുന്ന പോയിന്റ് വരെയാണ് U1 ഉള്ളത്. And U2 denote the open arc on S1 from -1 മുതൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയി I വരെയുള്ള പോർഷനാണ് U2. അപ്പോൾ U1 എന്ന് പറയുന്നത് നമ്മുടെ S1ന്റെ 1 എന്ന് പറയുന്നത് പോയിന്റ് മുതൽ -i എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ആർക്കാണ്. U2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 എന്ന് പറയുന്ന പോയിന്റ് മുതലും I എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള S1ലെ ആർക്കാണ്. Then U1 and U2 are open sets in S1. അല്ലേ? U1 ഉം U2 എന്താണ്? ഓപ്പൺ സെറ്റ് ആണ്. കാരണം ഓപ്പൺ 1 മുതൽ ഓപ്പൺ -i വരെയാണ്. ഇവിടെ ഓപ്പൺ -1 മുതൽ ഓപ്പൺ i വരെയാണ്. So these two U1 and U2 are open sets in S1 and U1 union U2 ഇതിന് രണ്ടിന്റെയും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഹോൾ സെറ്റ്
S1 കിട്ടും. നമ്മുടെ യൂണിറ്റ് സർക്കിൾ S1 കിട്ടും. ആൻഡ് P ഇൻവേഴ്സ് ഓഫ് U1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു യൂണിയൻ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഓപ്പൺ ഇന്റർവെൽ n പ്ലസ് 3/4 അല്ലേ? P ഇൻവേഴ്സ് ഓഫ് U1 കാരണം P ഓഫ് ഇത്തരത്തിലുള്ള ഇന്റർവെൽസിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് U1 കിട്ടും. ഇന്റർവെൽസ് ഓഫ് ദി ഫോം n പ്ലസ് 3/4 ആണ്. ഇപ്പൊ നമ്മൾ n ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ 1 പ്ലസ് 3/4 എടുക്കാം. നമുക്ക് P എന്ന് പറയുന്ന മാപ്പിൽ നോക്കുകയാണെങ്കിൽ P ഓഫ് t ഈക്വൽ ടു e⁻²πit ആണ്. സോ വെൻ t ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് e⁻0 വരും. e⁻0 1 ആണ്. സോ അത് നമുക്ക് ഈ 1 എന്ന് പറയുന്ന ഭാഗത്ത് കിട്ടി. പിന്നെ അടുത്തത് നമുക്ക് ഇനി എന്താ കിട്ടേണ്ടത്? -i എന്ന് പറയുന്ന പോർഷൻ വരെ കവർ ചെയ്യണം. അപ്പൊ -i എന്ന് പറയുന്ന പോർഷൻ വരെ നോക്കണമെങ്കിൽ t ഈക്വൽ ടു 3/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? 3π/4 വരെ വരും അല്ലേ? t ഈക്വൽ ടു 3/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2πi into 3π/4. അപ്പൊ 4ഉം 2ഉം ക്യാൻസൽ ചെയ്ത് 3π/2 3πi/2 എന്ന് വരും. അപ്പൊ e⁻3πi/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് cos 3πi/2 plus I sin 3πi/2. cos 3π/2 plus I sin 3π/2. cos 3π/2 is minus cos 3π/2 is minus I അല്ലേ? cos 3π/2 എന്ന് പറയുമ്പോൾ π/2 പൈ 3π/2. ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താണ്? 0 - 1 ആണ്. ആ ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ഇന്റർവെൽ n പ്ലസ് 3/4 എന്നുള്ളത് എടുത്തത്. കാരണം യു ക്യാൻ നോട്ട് ദാറ്റ് P മാപ്സ് ഈച്ച് ഇന്റർവെൽ n പ്ലസ് 3π/4 ഹോമിയോമോർഫിക്കലി ഓൺ ടു U1. അപ്പൊ അതിന് അങ്ങനെ ഓരോ ഇന്റർവെൽസ് നിങ്ങൾ നോക്കുകയാണ്. ഇപ്പൊ n ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 0 3/4 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പൊ n ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് 0 3/4 കൊടുക്കുകയാണ്. അപ്പോൾ P ഓഫ് എന്നുള്ള ഫംഗ്ഷൻ P ഇൻവേഴ്സ് ആണ്. P ഓഫ് എന്നുള്ള ഫംഗ്ഷൻ P ഓഫ് t ഈക്വൽ ടു e⁻²πit ആണ്. സോ വെൻ n ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് കറസ്പോണ്ടിംഗ്ലി t ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e⁻0 1 വരും. അതുപോലെ t ഈക്വൽ ടു 3/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? e⁻3πi/2 എന്ന് വരും. ദാറ്റ് ഈസ് cos 3π/2 പ്ലസ് I sin 3π/2 ആണ്. അത് മൈനസ് cos 0 വരും, സൈന് -1 വരും. സോ -i വരും. അപ്പോൾ നമുക്ക് ഇവിടെ -i വരെ കവർ ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ഇന്റർവെൽസ് എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അതിന് ജനറലൈസ് ചെയ്ത് എഴുതിയതാണ് n പ്ലസ് 3/4 എന്ന്. അപ്പൊ P ഇൻവേഴ്സ് ഓഫ് U1 is equal to യൂണിയൻ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി n പ്ലസ് 3/4. സിമിലർലി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. P ഇൻവേഴ്സ് ഓഫ് U2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഇസ് of the form union n equal to minus infinity to infinity open interval n minus 1/2 n plus 1/4. അത് നമ്മൾ സ്യൂട്ടബിളി അഡ്ജസ്റ്റ് ചെയ്ത് ആ ഇന്റർവെൽസിനെ ജനറൽ ഫോമിൽ എഴുതിയതാണ്. തിയറത്തിന്റെ പ്രൂഫ് ഒരു ഫ്ലോയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തിട്ട് എഴുതിയതാണ് ഈ ഫോമിൽ. നോട്ട് ദാറ്റ് P maps each interval open interval n plus 3/4 homeomorphically onto U1 and maps each interval n minus 1/2 n plus 1/4 homeomorphically onto U2. ഈ കാര്യം നിങ്ങൾക്ക് എന്നിന് ഓരോ വാല്യൂസ് ഇട്ട് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. P എന്ന് പറയുന്ന മാപ്പ് എന്താണെന്ന് നോക്കുക. എന്നിട്ട് അതിൽ ഈ വാല്യൂസ് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇന്റർവെല്ലിനെ അത് ഹോമിയോമോർഫിക്കലി U1-ലോട്ടും ഈ ഇന്റർവെല്ലിനെ P എന്ന് പറയുന്ന മാപ്പ് ഹോമിയോമോർഫിക്കലി U2-ലോട്ടും മാപ്പ് ചെയ്യുന്ന കാര്യം. ഹിയർ is the intuitive idea behind the proof. അപ്പോൾ നമ്മൾ പ്രൂഫ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ഒരു ജസ്റ്റ് ഐഡിയ നോക്കാം. Subdivide the range of the path sigma into sections so that each section is contained either in U1 or in U2. അപ്പോൾ നമ്മൾ ഈ പാത്ത് സിഗ്മയുടെ റേഞ്ചിനെ ഓരോ സെക്ഷൻസ് ആയി സബ്ഡിവൈഡ് ചെയ്യാണ്.
എങ്ങനെയാണ്? സോ ദാറ്റ് ഈച്ച് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ കണ്ടെയ്ൻഡ് ഇൻ U1 ആവണം ഓർ ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ U2 ആവണം. അപ്പോൾ ഫസ്റ്റ് subdivide the range of the path sigma into sections in such a way that each section is either contained in U1 or it is contained in U2. If a particular section is contained in U1, we choose one of the intervals V is equal to open interval n plus 3 by 4 and consider the restriction T restricted to V of P to this interval. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ U1ലാണ്, അതായത് നമ്മൾ സിഗ്മയുടെ റേഞ്ചിനെ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിലൊരു പെർട്ടിക്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് U1ലാണ് കണ്ടെയ്ൻഡ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു വൺ ഓഫ് ദി ഇന്റർവെൽസ് V ഈക്വൽ ടു ഓപ്പൺ ഇന്റർവെൽ n plus 3 by 4 എന്നുള്ള ഫോമിലുള്ള ഒരു ഇന്റർവെൽ ചൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ Pന്റെ റെസ്ട്രിക്ഷൻ ടു ദിസ് V കൺസിഡർ ചെയ്യും. കമ്പോസിങ് P റെസ്ട്രിക്റ്റഡ് ടു V ഹോൾ ഇൻവേഴ്സ്. ഈ Pന്റെ വിയിലോട്ടുള്ള റെസ്ട്രിക്ഷന്റെ മാപ്പില്ലേ, ആ മാപ്പിന്റെ ഇൻവേഴ്സ് മാപ്പും വിത്ത് ദിസ് സെക്ഷൻ ഓഫ് ദി പാത്ത്, ഈ പാത്തിൽ ഈ ഭാഗത്ത് വന്ന ആ സെക്ഷന്റെ പാത്തും ഈ മാപ്പിന്റെ ഇൻവേഴ്സും കൂടെ കോമ്പോസിഷൻ എടുക്കുന്ന സമയത്ത് ലിഫ്റ്റ്സ് ദി സെക്ഷൻ ടു എ സെക്ഷൻ ഓഫ് എ പാത്ത് ഇൻ R. അപ്പൊ ആ കോമ്പോസിഷൻ എന്ത് ചെയ്യും? ഒരു ലിഫ്റ്റിംഗ് ആയിരിക്കും, Rലോട്ടുള്ള ഒരു ലിഫ്റ്റിംഗ് ആയിരിക്കും നമുക്ക് തരിക. The same method applies to sections lying in U2. ഇതേപോലെ തന്നെ U2ൽ വരുമ്പോഴും നമ്മൾ ചെയ്യാം. To ensure continuity, we must be careful that the initial point of a given lifted section be the terminal point of the lifted section that precedes it. അപ്പോൾ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഒരു ലിഫ്റ്റഡ് സെക്ഷന്റെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് അടുത്ത ലിഫ്റ്റ് ചെയ്യാനുള്ള സെക്ഷന്റെ ടെർമിനൽ പോയിന്റ് ആവണമെന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. This method is applied inductively as follows. അപ്പോൾ നമ്മൾ ഇൻഡക്റ്റീവ്ലി ഈ മെത്തേഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. So let epsilon be a Lebesgue number for the open cover set sigma inverse U1 sigma inverse U2 of I. അപ്പോൾ I എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവൽ 0-1ന്റെ ഒരു ഓപ്പൺ കവർ ആണ് സിഗ്മ ഇൻവേഴ്സ് U1 സിഗ്മ ഇൻവേഴ്സ് U2. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു Lebesgue നമ്പർ ആണ് എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്തു. ഇനി ഒരു സീക്വൻസ് ചൂസ് ചെയ്യാണ്. 0 is equal to T0 less than T1 less than etc less than Tn equal to 1 of numbers in I with each successive pair differing by less than epsilon. ഇനി നമ്മൾ ക്ലോസ്ഡ് ഇന്റർവൽ 0-1ന് ഒരു പാർട്ടീഷൻ ചൂസ് ചെയ്തു. എങ്ങനെയാണ് പാർട്ടീഷന്റെ ഡിഫറൻസ്? ഓരോ സബ് ഇന്റർവെലിന്റെ ഡിഫറൻസും അറ്റ്ലീസ്റ്റ് എപ്സിലോൺ എങ്കിലും ഉണ്ടായിരിക്കണം. Then the image sigma of Ti plus 1 of any subinterval closed interval Ti plus 1 0 less than or equal to I less than or equal to n minus 1 must be contained in either U1 or U2. അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ സിഗ്മയുടെ റേഞ്ചിനെ സബ്ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ അതാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോസ്ഡ് ഇന്റർവൽ 0-1 പാർട്ടീഷൻ ചെയ്തു. എന്നിട്ട് സിഗ്മ ഓഫ് ഓരോ സബ് ഇന്റർവെൽസും കണ്ടുപിടിച്ചു. അപ്പോൾ ആ പാർട്ടീഷൻ ചെയ്ത ഓരോ സെക്ഷനും ഐദർ കണ്ടെയ്ൻഡ് ഇൻ U1 ആയിരിക്കും അല്ലെങ്കിൽ U2ലായിരിക്കും. നൗ നമ്മൾ സപ്പോസ് ചെയ്തു ഒരു സെക്ഷൻ സിഗ്മ ഓഫ് T0 T1 എന്ന് പറയുന്ന ഫസ്റ്റ് സെക്ഷൻ അത് U2ലാണ് കണ്ടെയ്ൻഡ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. നൗ that must belongs to U2. Sigma of T0 T1 must be contained in U2 since sigma of T0 എന്ന് പറഞ്ഞാൽ sigma of 0 ആണ്, which is equal to 1 ആണ്. That is not an element in U1. U1ൽ 1 എന്ന് പറയുന്ന പോയിന്റ് ഇൻക്ലൂഡഡ് അല്ല, 1 എന്ന് പറയുന്ന പോയിന്റ് U2ലാണ് ഇൻക്ലൂഡഡ്. അതുകൊണ്ട് തന്നെ സിഗ്മ ഓഫ് T0 T1 എന്ന് പറയുന്ന പോർഷൻ U2ലായിരിക്കും കണ്ടെയ്ൻഡ് ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി സിഗ്മ ഓഫ് T0 T1 എന്ന് പറയുന്നത് U2ലാണ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ V1 എന്ന് പറയുന്ന ഇന്റർവെൽ ചൂസ് ചെയ്തു. ഓപ്പൺ ഇന്റർവെൽ -1/2 1/4. ലെറ്റ് V1 ഈക്വൽ ടു ഓപ്പൺ ഇന്റർവെൽ -1/2 1/4 and define sigma tilde on closed interval T0 T1 by sigma tilde of T is equal to P restricted to V whole inverse composition sigma of T. നമ്മൾ നേരത്തെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, അപ്പോൾ ആ പ്രോസസ്സിൽ നമ്മൾ കമ്പോസിഷൻ എടുക്കുമെന്ന് പറഞ്ഞു. ആ കമ്പോസിഷനെ നമ്മൾ സിഗ്മ ടിൽഡ ഓഫ് ടി എന്നുള്ള പേരിൽ വിളിച്ചു. സിഗ്മ ടിൽഡ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി റെസ്ട്രിക്റ്റഡ് ടു വിയുടെ ഇൻവേഴ്സ് കോമ്പോസിഷൻ വിത്ത് സിഗ്മ ഓഫ് ടി. അപ്പോൾ ഇത് സിഗ്മ ഓഫ് ടീനെ ആ ഭാഗത്തിനെ ലിഫ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു, ആറിലേക്ക് ലിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു.
So proceeding inductively, suppose that sigma has been defined on the interval t naught tk. ഇതേ പ്രോസസ്സ് നമ്മൾ ഇൻഡക്റ്റീവ്ലി കണ്ടിന്യൂ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് സിഗ്മ എന്ന് പറയുന്നത് ടി നോട്ട് ടി കെ എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഡിഫൈൻഡ് ആണ്. Then sigma of tk plus 1 is contained in u. u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ either u1 ആണ് or u2 ആണ്. Okay. So sigma of tk plus 1 is contained in u, where u is either u1 or u2. Let vk plus 1 be the component of p inverse u to which sigma tilde k belongs. Okay, അപ്പോൾ സിഗ്മ ടിൽഡ k ബിലോങ് ചെയ്യുന്ന വി കെ പ്ലസ് വൺ എന്ന് പറയുന്നത് പി ഇൻവേഴ്സ് യുവിൻ്റെ കമ്പണൻ്റ് ആയിട്ട് നമ്മൾ വി കെ പ്ലസ് വൺ വിളിച്ചു. വേർ സിഗ്മ ടിൽഡ ഓഫ് ടി കെ ബിലോങ് ചെയ്യുന്ന പി ഇൻവേഴ്സ് യുവിൻ്റെ കോമ്പണൻറ്റിനെ നമ്മൾ വി കെ പ്ലസ് വൺ എന്ന് വിളിച്ചു. നോട്ട് ദാറ്റ് വി കെ പ്ലസ് വൺ ഈസ് വൺ ഓഫ് ദി ഇൻ്റർവെൽസ് n plus 3/4 or n minus 1/2 n plus 1/4. ഇത് ഏത് ഇന്റർവെല്ലിന്റെ ഫോം ആണെന്ന് നമുക്കറിയില്ല. അത് u1 ആണോ u2 ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ u1 ആണോ u2 ആണോ എന്ന കാര്യം നമുക്ക് ഉറപ്പില്ലാത്ത കാരണം വി കെ പ്ലസ് വൺ എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? പിനെ വി കെ പ്ലസ് വണ്ണിലോട്ട് റെസ്ട്രിക്ട് ചെയ്യും. ദാറ്റ് ഈസ് എ ഹോമിയോമോർഫിസം ആൻഡ് ദി ഡിസൈർഡ് എക്സ്റ്റൻഷൻ ഓഫ് സിഗ്മ ടിൽഡ ടു tk plus 1 is obtained by defining sigma tilde of t equal to p restricted to vk plus 1 inverse sigma of t, where t belongs to closed interval tk plus 1. ഇത് നമ്മൾ ജസ്റ്റ് ഒരു kth സബ് ഇന്റർവെല്ലിലോട്ട് ആ ഇൻഡക്റ്റീവ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. The continuity of sigma tilde is guaranteed by the continuity lemma since the lifted sections agree at the points tk. This inductive step extends the definition of sigma tilde to t naught tn that is equal to I. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ ഇൻഡക്റ്റീവ് സ്റ്റെപ്പ് സക്സസീവ്ലി അപ്ലൈ ചെയ്ത് ഈ ഹോൾ ഇൻ്റർവെൽ ഐയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടു പ്രൂവ് ദാറ്റ് സിഗ്മ ടിൽഡ ഈസ് ദി ഓൺലി സച്ച് കവറിംഗ് പാത്ത്. അപ്പോൾ നമുക്ക് അങ്ങനെ അതിന് ലിഫ്റ്റ് ചെയ്യാമെന്ന് കിട്ടി. പക്ഷെ നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു പ്രത്യേകം പറയുന്നുണ്ട്, യുണീക്ക് കവറിംഗ് പാത്ത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ? യുണീക്ക് എന്നുള്ള വാക്ക് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് യുണീക്കാണ്, സിഗ്മ ടിൽഡ യുണീക്കാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടു പ്രൂവ് ദാറ്റ് സിഗ്മ ടിൽഡ ഈസ് to prove that sigma tilde is the only such covering path, suppose that sigma dash also satisfies the required properties. അപ്പോൾ sigma dash എന്ന് പറയുന്ന വേറൊരു കവറിംഗ് പാത്ത് ഉണ്ടെന്ന് കൂടെ നമ്മൾ അസ്യൂം ചെയ്തു. സിഗ്മ ഡാഷ് ഒരു കവറിംഗ് പാത്ത് ആയതുകൊണ്ട് തന്നെ പി സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു സിഗ്മ എന്നുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ആൻഡ് സിഗ്മ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0. അതിൻ്റെ ഇനീഷ്യൽ പോയിന്റ് 0 ആണ് എന്നുള്ള രീതിയിൽ. കാരണം നമുക്ക് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് കവറിംഗ് പാത്ത് സിഗ്മ ടിൽഡ വിത്ത് ഇനീഷ്യൽ പോയിന്റ് 0. അപ്പോൾ അതേപോലെ ആ പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറൊരു കവറിംഗ് പാത്താണ് സിഗ്മ ഡാഷ്. അത് നമ്മൾ എടുത്തു. ദെൻ ദി പാത്ത് സിഗ്മ ടിൽഡ മൈനസ് സിഗ്മ ഡാഷ് ഹാസ് ഇനീഷ്യൽ പോയിന്റ് 0 അല്ലേ? സിഗ്മ ടിൽഡയുടെ ഇനീഷ്യൽ പോയിന്റും 0 ആണ്, സിഗ്മ ഡാഷിന്റെ ഇനീഷ്യൽ പോയിന്റും 0 ആണ്. സോ സിഗ്മ ടിൽഡ ഓഫ് 0 മൈനസ് സിഗ്മ ഡാഷ് ഓഫ് 0 is equal to 0 ആയിരിക്കും. which implies sigma tilde minus sigma dash has initial point 0 and p of sigma tilde of t minus sigma dash of t that is equal to എന്താണ്? p composition sigma tilde of t minus p composition sigma dash of t. സോറി, ഇത് മൈനസ് അല്ല, കാരണം ഇവിടെ പി ഓഫ് സിഗ്മ ടിൽഡ് ഓഫ് ടി മൈനസ് സിഗ്മ ഡാഷ് ഓഫ് ടി ആണല്ലോ. പക്ഷെ നമുക്കറിയാം പി ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇ റേസ് ടു 2π ഐ ടി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇ റേസ് ടു 2π ഐ ഓഫ് സിഗ്മ ടിൽഡ് ഓഫ് ടി മൈനസ് സിഗ്മ ഡാഷ് ഓഫ് ടി എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2π ഐ ഓഫ് സിഗ്മ ടിൽഡ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 2π ഐ ഓഫ് സിഗ്മ ഡാഷ് ഓഫ് ടി എന്ന് വരും.
അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പി സിഗ്മ ടിൽഡ ഓഫ് ടി ഡിവൈഡഡ് ബൈ പി സിഗ്മ ഡാഷ് ഓഫ് ടി എന്ന് കിട്ടും. അപ്പോൾ പി സിഗ്മ ടിൽഡ ഓഫ് ടി എന്ന് പറയുന്നത് കവറിംഗ് പാത്ത് ആയത് കാരണം ദാറ്റ് ഈസ് സിഗ്മ ഓഫ് ടി ഡിവൈഡഡ് ബൈ പി സിഗ്മ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് സിഗ്മയാണ്. സോ സിഗ്മ ഓഫ് ടി. അപ്പോൾ സിഗ്മ ഓഫ് ടി ഡിവൈഡഡ് ബൈ സിഗ്മ ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ നമ്മൾ പി ഓഫ് എന്നുള്ള പി ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു 2 pi IT എന്നുള്ള ഡെഫിനിഷൻ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോൾ സിഗ്മ ഓഫ് ടി ഡിവൈഡഡ് ബൈ സിഗ്മ ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 where t element of I. So sigma tilde minus sigma dash is a covering path of the constant path whose only value is 1. കാരണം നമുക്കറിയാം എന്ത് p maps only integers to 1 ആണ്. ഇവിടെ നമുക്ക് p of sigma tilde of t minus sigma dash of t 1 ആണെന്ന് കിട്ടി. പക്ഷെ നമുക്കറിയാം p of t equal to e raised to 2 pi IT ആണ്. ആ ഫംഗ്ഷൻ ഇൻറ്റിജർ വാല്യൂസിനെയാണ് 1 മാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിഗ്മ ടിൽഡ മൈനസ് സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റഗ്രൽ വാല്യൂ ആയിരിക്കണം. ദെൻ സിഗ്മ ടിൽഡ മൈനസ് സിഗ്മ, ഇവിടെ സിഗ്മ ടിൽഡ ഓഫ് ടി മൈനസ് സിഗ്മ ഡാഷ് ഓഫ് ടി, അതായത് സിഗ്മ ടിൽഡ മൈനസ് സിഗ്മ എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് ഓൺലി ഇന്റഗ്രൽ വാല്യൂസ്. ദസ് സിൻസ് ഐ ഈസ് കണക്റ്റഡ്, ഐ കണക്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ സിഗ്മ ടിൽഡ മൈനസ് സിഗ്മ ഡാഷ് ക്യാൻ ഹാവ് ഓൺലി 1 ഇന്റഗ്രൽ വാല്യൂ. ഐ കണക്റ്റഡ് ആണ്, മാത്രമല്ല ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയത് കാരണം അതിന് ഒരൊറ്റ ഇൻറ്റിജർ വാല്യൂ ആണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദിസ് 1 വാല്യൂ മസ്റ്റ് ബി ദി ഇനീഷ്യൽ വാല്യൂ 0. കാരണം നമുക്കിവിടെ ഓൾറെഡി സിഗ്മ ഡാഷ് ഓഫ് 0 മൈനസ് സിഗ്മ ടിൽഡ ഓഫ് 0 മൈനസ് സിഗ്മ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയത് കാരണം അത് ത്രൂ ഔട്ട് എന്തേ അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ, 0 എന്ന് പറയുന്ന ഒരൊറ്റ വാല്യൂ മാത്രമേ അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. Therefore, sigma tilde minus sigma dash is identically equal to 0. So, sigma tilde of t equal to sigma dash of t. അതായത് sigma tilde equal to sigma dash. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? The required lifting sigma tilde is therefore unique എന്ന് കിട്ടി അല്ലേ? ഇവിടെ p of sigma tilde of t minus sigma dash of t equal to 1 ആണെന്ന് കിട്ടി. പക്ഷെ നമുക്കറിയാം p of t എപ്പോഴാണ് 1 ആവുള്ളൂ? ഇന്റിജർ വാല്യൂസിന് മാത്രമേ അത് 1 ആവുള്ളൂ. അതുകൊണ്ട് തന്നെ sigma tilde of t minus sigma dash of t എന്ന് പറയുന്നത് ഒരു ഇന്റിജർ വാല്യൂ ആയിരിക്കണം. ബട്ട് ആസ് sigma tilde minus sigma dash is continuous on I, sigma tilde minus sigma dash is a constant integer n ആയിരിക്കണം. ബട്ട് ഓൾറെഡി നമുക്ക് എന്തുണ്ട്? സിഗ്മ ടിൽഡ ഓഫ് 0 മൈനസ് സിഗ്മ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0. അതിന്റെ ഇനീഷ്യൽ പോയിന്റ് 0 ആണെന്ന് അറിയാം. സോ അതുകൊണ്ട് ആ കോൺസ്റ്റന്റ് വാല്യൂ ഐഡന്റിക്കലി 0 എന്ന് പറയുന്ന വാല്യൂ മാത്രമേ അതിന് അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 0 എന്ന് പറയുന്ന വാല്യൂ മാത്രം അസ്യൂം ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്? 0 ഫംഗ്ഷൻ ആണ്. സോ സിഗ്മ ടിൽഡ മൈനസ് സിഗ്മ ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ 0 ഫംഗ്ഷൻ ആണ്, വിച്ച് ഇംപ്ലൈസ് സിഗ്മ ടിൽഡ ഈക്വൽ ടു സിഗ്മ ഡാഷ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ആ ഹോമോട്ടോപ്പി, ആ കവറിംഗ് പാത്ത് എന്ന് പറയുന്നത് ഒരു യുണീക്ക് കവറിംഗ് പാത്ത് ആണെന്ന് കിട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പ്രൂഫ്. ഇനി അതിൻ്റെ ഒരു കൊറോളറി പറയുന്നുണ്ട്. ജനറലൈസ്ഡ് കവറിംഗ് പാത്ത് പ്രോപ്പർട്ടി ആണ്. ജനറലൈസ്ഡ് കവറിംഗ് പാത്ത് പ്രോപ്പർട്ടി ഒന്നുമില്ല. സിഗ്മ എന്ന് പറയുന്നത് ഒരു പാത്ത് ഇൻ S1 ആണ്. ആൻഡ് R is a real number such that P of R equal to sigma of 0. Then there is a unique covering path sigma tilde of sigma with initial point R. അപ്പോൾ ഇത് ജനറലൈസ്ഡ് വേർഷൻ ആണ് പറയുന്നത്. അതായത് 0, 1 എന്ന് പറയുന്ന പോയിന്റിന് പകരം സിഗ്മ ഒരു പാത്ത് ഇൻ S1 ആണ്. ആൻഡ് R is a real number such that P of R equal to sigma of 0. Then there is a unique covering path sigma tilde of sigma with initial point R. അപ്പോൾ അതിന് നമ്മൾ എന്ത് കൺസിഡർ ചെയ്താൽ മതി? ഇത് പാത്ത് സിഗ്മ ബൈ സിഗ്മ ഓഫ് 0. സിഗ്മ ബൈ സിഗ്മ ഓഫ് 0 എന്ന് പറയുന്ന പാത്ത് കൺസിഡർ ചെയ്യുക. അതൊരു പാത്ത് ഇൻ S1 ആണ്. വിത്ത് ഇനീഷ്യൽ പോയിന്റ് എന്തായിരിക്കും? സിഗ്മ ഓഫ് 0 ബൈ സിഗ്മ ഓഫ് 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പാത്ത് ഇൻ S1 കിട്ടി, വിത്ത് ഇനീഷ്യൽ പോയിന്റ് 1 കിട്ടി. ആൻഡ് therefore has a unique, നമുക്ക് പ്രീവിയസ് കവറിംഗ് പാത്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എന്ത് പറയാൻ പറ്റും? അതിനൊരു യുണീക്ക് കവറിംഗ് പാത്ത് ഈറ്റ ഉണ്ടായിരിക്കും വിത്ത് ഇനീഷ്യൽ പോയിന്റ് 0. ദി പാത്ത് സിഗ്മ ടിൽഡ ഫ്രം I to R defined by sigma tilde of t equal to R plus eta of t, t element of I, is the required covering path of sigma with initial point R. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ പോയിന്റ് 1 ഉള്ള പാത്താണ് സിഗ്മ ബൈ സിഗ്മ ഓഫ് 0. അപ്പോൾ അതിന് കവറിംഗ് പാത്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്ത ഒരു യുണീക്ക് കവറിംഗ് പാത്ത് ഈറ്റ കിട്ടും.
സോ ആ ഈറ്റയെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പാത്ത് സിഗ്മ ടിൽഡ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സിഗ്മ ടിൽഡ ഓഫ് ടി ഈക്വൽ ടു ആർ പ്ലസ് ഈറ്റ ഓഫ് ടി. അപ്പം അതാണ് നമ്മുടെ റിക്വയർഡ് കവറിംഗ് പാത്ത് ഓഫ് സിഗ്മ വിത്ത് ഇനീഷ്യൽ പോയിന്റ് ആർ. യുണീക്നെസ് ഓഫ് സിഗ്മ ടിൽഡ ഫോളോസ് ഫ്രം ദാറ്റ് ഓഫ് ഈറ്റ. ഈറ്റ യുണീക്ക് ആയതുകൊണ്ട് തന്നെ സിഗ്മ ടിൽഡയും യുണീക്ക് ആണ്. അപ്പോൾ ജനറലൈസ്ഡ് കവറിംഗ് പാത്ത് പ്രോപ്പർട്ടി അത്രയേ ഉള്ളൂ. ഇനി ഇതിനോട് അനലോഗസ് ആയിട്ട് തന്നെ നമുക്കൊരു കവറിംഗ് ഹോമോടോപ്പി പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആരെങ്കിലും സെമിനാറായി ചെയ്യുമായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ വെക്കേഷനല്ലേ, പ്രിപ്പയർ ചെയ്യാം. വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ കവറിംഗ് ഹോമോടോപ്പി പ്രോപ്പർട്ടി ഞാൻ ആരോടെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറയും. അപ്പോൾ എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കുക. ഇപ്പോൾ സെമിനാർ എടുത്ത 3 പേരെ എന്തായാലും ഞാൻ വിളിക്കില്ല, ബാക്കിയുള്ളവരെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഞാൻ റാൻഡം ആയിട്ട് ആരെങ്കിലും പേര് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് വന്ന് പ്രസന്റ് ചെയ്യാം. സോ നിങ്ങൾക്കുള്ള വെക്കേഷൻ വർക്കാണ് കവറിംഗ് ഹോമോടോപ്പി പ്രോപ്പർട്ടി സെമിനാർ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ആൻഡ് വിഷിംഗ് യു മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. That's all. Thank you.